കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം CCF ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന സംസ്ഥാന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷിക്കാരെയും കൃഷിയിടങ്ങളെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ തയ്യാറായില്ലെങ്കിൽ കൃഷിക്കാർ സ്വയം രക്ഷയ്ക്കായി ആയുധമെടുക്കേണ്ടി വന്നാൽ അവർക്കുള്ള പൂർണ്ണ സംരക്ഷണം കർഷക സംഘം നൽകുമെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ ദേശീയ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ പറഞ്ഞു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ 30-നും 31-നും തിരുവനന്തപുരം CCF ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ പ്രചരണാർത്ഥം EP ജയരാജൻ ജാഥ ക്യാപ്റ്റനായ സംസ്ഥാന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോതമംഗലത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കേരളത്തിൻ്റെ അടിസ്ഥാന ഘടകം ഭൂപരിഷ്കരണമാണ്. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭൂപരിഷ്കരണ രംഗത്ത് അവശേഷിക്കുന്ന ഭൂപ്രശ്നം കൂടി പരിഹരിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഭൂമിയുണ്ട്, പട്ടയമില്ല. പട്ടയമില്ലാത്ത എല്ലാ കൈവശക്കാർക്കും പട്ടയം കൊടുത്തുകൊണ്ട് 6 മാസത്തിനുള്ളിൽ ഭൂപരിഷ്കരണ രംഗത്ത് അവശേഷിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുക, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക, മനുഷ്യന് ജീവഹാനി സംഭവിച്ചാൽ നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം. സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KA ജോയി അധ്യക്ഷനായി. കൺവീനർ KK ശിവൻ സ്വാഗതം പറഞ്ഞു. ജാഥ മാനേജർ വത്സൻ പനോളി, ജാഥ അംഗങ്ങളായ SK പ്രീജ, ഓമല്ലൂർ ശങ്കരൻ, NR സക്കീന, അഡ്വക്കേറ്റ് KJ ജോസഫ്, കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ, ജില്ലാ പ്രസിഡന്റ് R അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി MC സുരേന്ദ്രൻ, PM ഇസ്മായിൽ, K തുളസി, AA അൻഷാദ്, സാബു വർഗീസ്, PM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.